എത്ര പറഞ്ഞാലും അറിഞ്ഞൂടാ, വാതിൽ തുറന്ന് വലത്തി ഇങ്ങനെ ഇടരുത്. ഈ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കരുത് എത്ര പറഞ്ഞാൽ അറിഞ്ഞൂടാ തങ്കം? ഞാനൊന്നും പോയില്ലല്ലോ, ഞാൻ അടുക്കളയിലില്ലേ. ഈ അടുക്കളയുണ്ട്, അപ്പുറത്ത് അവിടെ ഒരുത്തി അടുക്കളയുണ്ടല്ലോ, എന്നിട്ട് അവര് ഗ്രില്ല് ഫ്രണ്ട് പൂട്ടിയിട്ടേക്കണ കണ്ടോ? അങ്ങനെ നിക്കണം. എന്തെങ്കിലും അറിയണേന് മുമ്പ് അങ്ങ് ചാടി കടക്കും, അങ്ങോട്ട് തുള്ളു അങ്ങോട്ട്. പിന്നെ അല്ലാണ്ട് അവിടെ അവളുണ്ട്, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? പിന്നെ അവരവിടെ പോയി അങ്ങനെ മര്യാദക്ക് ചോദിക്കാം, അപ്പൊ പറയും കാര്യം. അവർ ആശുപത്രി പോയേക്കുക. ആശുപത്രിയിൽ എന്ത് പറ്റി? ഇന്ന് ഇവിടെ നല്ല മേളമായിരുന്നു. പിന്നെ കനകന് രാവിലെ ബൾബ് മാറണം, അതിന് അത് കൈയെത്തിച്ച് മാറണേന്റെ ഇടയ്ക്ക് അവന്റെ നടുമിന്നി അനങ്ങാൻ പറ്റില്ലീറ്റോ. ഭയങ്കര കരച്ചില്, പാവം, നല്ല വേദനയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ അമ്മാവനാണെങ്കിൽ അറിയാത്ത പണി ചെയ്യും. എന്താണ്ട് ബാമൊക്കെ കൊണ്ടുവന്ന് ആ വേദനയുള്ള സ്ഥലത്ത് തിരുമ്മി എവിടെ പിടിച്ച് ഞെക്കിയപ്പോഴത്തേനും ഒന്നും കൂടിയായി. നിന്റെ ആങ്ങളയുടെ നടു വിലങ്ങി അല്ലേ? സംഭവം എനിക്കറിയാം, എന്തെന്നറിയാമോ അതിന്റെ നടു വിലങ്ങിയത്? ആ റേഷൻ കടയുടെ അടുത്തൊരു ട്രാൻസ്ഫോമർ വെടി നിന്നു, അതിന്റെ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല അതിനൊപ്പം ഈ റബ്ബറിന്റെ അങ്ങോട്ട് പോകുന്ന ആ ലൈനിന്റെ ടച്ചിങ് എല്ലാം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറേ പിള്ളേർ ചേർന്ന്. അളിയൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ പണി കൂടെ ചേർന്ന് മരത്തിൽ കയറണം, ഇതെല്ലാം വെട്ടണം, അതിനുള്ള പണികളുണ്ട്. അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആളിയൻ്റെ ഉഗ്ര നമ്പറാണ്. ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് ഇതെല്ലാം കൂടെ കൊണ്ട് കൊടുക്കുമ്പോൾ ലീവ്. എന്തിന് സർക്കാർ ജോലി? അതിനെ അവന്റെ പേര് ക്ലീറ്റോ എന്നല്ല, കനകൻ കേട്ടോ. അതിന് ശ്വാസം കൂടി വിടാൻ പാടില്ല, സങ്കടം വന്ന് കണ്ടിട്ട്. ആങ്ങളുണ്ടല്ലോ, നിനക്കറിയാം, പള്ളിക്കൂടത്തിൽ പഠിക്കാൻ മികച്ച നടനുള്ള അവാർഡ് വാങ്ങിച്ച ആളാണ്. അവൻ കള്ളനാണ്, കള്ളൻ. അവൻ നടു വിലങ്ങിയെന്ന്. ആൾക്ക് അസുഖം വന്നാൽ പോലും നിങ്ങൾ അത് അംഗീകരിക്കരുത് കേട്ടാ. എടി, അവൻ രാവിലെ കുതിര കുട്ടിയെ പോലെ ഇങ്ങനെ ചാടി ചാടി നടക്കണ കണ്ടോ? അതിനിടയ്ക്ക് നടുവേദന എന്ന് പറഞ്ഞാൽ കള്ളത്തരം പറയാം. പിന്നെ നിനക്ക് പിന്നെ കള്ളത്തരം 24 മണിക്കൂറും ചെയ്യണവന് കള്ളത്തരമായിട്ടേ തോന്നുള്ളൂ. നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് തന്നെടി, അങ്ങനെ തന്നെ, അങ്ങനെ തന്നെയാണ്. എന്താ പണിയെടുക്കാതിരിക്കാൻ വേണ്ടി തന്നെ അവൻ ഇതൊക്കെ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് പണിയൊന്നും ഉണ്ടായില്ലേ? നിങ്ങൾക്ക് പണിയൊന്നും ഉണ്ടായില്ലേ? ഒരു മീറ്റിംഗ് കഴിഞ്ഞു, ഇനി അടുത്ത മീറ്റിംഗ് ഉണ്ട് ഉച്ച കഴിഞ്ഞിട്ട്. ഇത്രയും മീറ്റിംഗിലൊക്കെ നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങള് മീറ്റിംഗിന് വെറുതെ ഇങ്ങനെ കുറെ നുണയൊക്കെ പറഞ്ഞോട്ടെ. നിങ്ങൾ മറ്റേ അയൽക്കൂട്ടത്തിന്റെ മീറ്റിംഗിന് പോയി നുണ പറയില്ല, അതുപോലെ പറഞ്ഞോണ്ടിരിക്കുക. ഒരു മീറ്റിംഗ് കഴിഞ്ഞു, ഇനി അടുത്ത മീറ്റിംഗ് തുടങ്ങാൻ പോണു. എന്താ അത് പോയിട്ട് ആശുപത്രി പോയിരുന്നു അഡ്മിറ്റ് ആവുമോ? അവിടെ ഒന്നുമില്ല, അവിടെ ഇച്ചിരി ഞരമ്പെണ്ണയിട്ട് അങ്ങോട്ട് 2 ക്നാച്ച് കൊടുത്ത് ഇച്ചിരി ചൂടും പിടിച്ച സംഗതി കഴിയും. നിങ്ങൾക്ക് എന്തെങ്കിലും വരുമ്പോൾ ഇത് തന്നെ പറയണം കേട്ടോ. അയ്യോ, നമുക്ക് വരുമ്പോ ഇവിടെ നമ്മൾ ആശുപത്രി കൊണ്ട് അവിടെ ആരാ ഉള്ളത്? ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ലല്ലോ. അയ്യോ, എന്നിട്ട് പാവം ഇവിടെ അസുഖം ബാധിച്ച് കിടപ്പാ. ഞാൻ എന്നെങ്കിലും ഇവിടെ അസുഖമാണെന്നും പറഞ്ഞ് പാർട്ടി മീറ്റിങ്ങിന് വല്ലതും പോവാതിനാ തീരെ നിവർത്തിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ. പാർട്ടി മീറ്റിങ്ങിന് പോണതല്ലേ ലാഭം. ഇവിടെ വന്നാൽ വെള്ളം കോരി തരേണ്ടി വരും, തേങ്ങ ചിരണ്ടി തരേണ്ടി വരും, പിന്നെ എന്റെ പട്ടി വരും. അത് തന്നെ പറഞ്ഞത് കേട്ടോ. അമ്മാവനാ? അതെവിടെ അമ്മാവ? അവൻ എന്താ ഭക്ഷണം കഴിക്കണം? ഊണ് വെച്ചാ? ഞാൻ ഊണ് വെച്ചു. എന്ത് പറ്റിയാ നീ? അവൻ എന്താ ഇന്ന് രാവിലെ ഒരാവശ്യമില്ലാണ്ട് എന്താ ബൾബ് എന്തോ മാറ്റുമ്പോ ഇവിടെ നിന്ന് പിടിച്ചു. അനകാ അല്ല, കിടക്കല്ല, ഭക്ഷണം കഴിച്ചതാണ് നീച്ചപ്പോ. അമ്പിളികൂട്ടം വന്നേക്കണം. അയ്യോ, നീ രോഗി അന്വേഷിച്ചിറങ്ങിയാണ്. ഓറഞ്ചും ആപ്പിളൊന്നും ഇല്ലേ? എന്റെ അടുത്ത് വാസിൽ പറഞ്ഞു, പോണ വഴിക്ക് മുകളിൽ വെച്ച് എന്റെ അടുത്ത് പറയാൻ ഇങ്ങനെയാണ് സംഭവം. എന്താണ്, എന്ത് പറ്റിയേ? എന്ത് പറ്റിയാണ്? വെളിയിൽ നീ വന്നപ്പോ ലൈറ്റ് കിടക്കുന്നില്ല അവിടെ? അവിടെ കിടക്കണ ലൈറ്റ് അത് എപ്പോഴും ഉണ്ടല്ലോ. അത് ബൾബ് കിടക്കുന്നില്ല, അത് കത്തിക്കണം. ഈ പകലാ? എന്തിന്? എനിക്ക് അറിഞ്ഞൂടാ. ആർക്ക്? ജമന്തിക്ക്. ഞാൻ മര്യാദയ്ക്ക് അവിടെ പത്രം വായിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവള് ഒരേ നിർബന്ധം ആ ലൈറ്റ് അപ്പ അവക്ക് കത്തിക്കണം. അയ്യോ, എന്റെ ശനി ദശയ്ക്ക് ഞാൻ അവിടെ ചെന്ന് ഇട്ടുകൊടുത്ത് അവിടെ വെള്ളം കിടന്ന് തെന്നിയടിച്ചങ്ങ് വീണ്. ഇതൊക്കെ നോക്കണ്ടേ? വയസ്സ് എത്രയെന്നറിയാമോ? അത് ആദ്യം ഓർമ്മ കാണും. എല്ലൊക്കെ പൊടിയണ സമയമാണ്. അമ്മോ. എന്നിട്ട് ആശുപത്രി പോയാ? ആശുപത്രി പോയി 2800 രൂപ അവന്റെ മണ്ട വളക്കാൻ എഴുതി മേടിച്ച്. എക്സ്റേ എടുത്താ? എക്സ്റേ എടുത്താന്നാ? അല്ല ചോദിച്ചത്. ഇവിടുത്തെ എക്സ്റേ എടുത്തു. അവിടെ മാത്രമേ എടുത്തോളൂ. സാധാരണ അങ്ങനല്ല. ഈ 2800 രൂപ എന്ന് പറയുന്നത് വലിയ എമൗണ്ട് അല്ല. ഇതിന്റെ ഭാഗ്യമുണ്ട്. കാരണം എന്തെങ്കിലും ഒരു ചെറിയൊരു ഒടിവോ ചതോ ഒരു വിരലിന് മതി. കുടുംബത്ത് ഒരു സ്കാനിങ്ങിന് എഴുതി. അല്ലമ്മാവ സത്യം ചിരിക്കാൻ വേണ്ടി പറഞ്ഞുള്ളതാണ്. ഇപ്പം ഇതിപ്പോ അത് പോകേണ്ട ആവശ്യമൊന്നുണ്ടായിരുന്നില്ല, പേടിച്ചിട്ട് പോയതല്ലേ. അതുകൊണ്ട് പിന്നെ എക്സ്റേ എടുത്തപ്പോ ഡിസ്കിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട് പറഞ്ഞിട്ട് 1 മാസം ചികിത്സയായിപ്പോ. എല്ല് തേയ്മാനം ഉണ്ടവനെ. ഇപ്പൊ എല്ലാവർക്കും ആ ഒരു സംഭവം. അത് കുഴപ്പമൊന്നുമില്ല.
നീ ഗുളിക കഴിച്ചാ? ആ ഭക്ഷണം കഴിച്ചാൽ ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? അല്ല ഇപ്പൊ കഴിച്ച് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റല്ലേ ഉള്ളൂ, 5 മിനിറ്റ് കഴിഞ്ഞിട്ട്. അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കയ്യോടെ ജമന്തി ഒരു ഗുളികതാ പറഞ്ഞിട്ടാണ് കഴിച്ചാൽ കുഴപ്പമുണ്ടോ? മറന്നാ പോയില്ലേ? അത് ശരിയാണ് കേട്ടാ. ജമന്തി ഇപ്പൊ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഗുളിക എടുത്തോടി. ഈ സമയം ഇപ്പൊ ആയാലും ഉച്ച ഊണ് കഴിച്ചല്ലേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിച്ചാൽ എന്താ കുഴപ്പം? മറന്നുപോയാലോ? അങ്ങനെ മറക്കുന്നില്ലല്ലോ. ഇതൊക്കെ ഒരു മാസത്തിന് കഴിക്കാൻ പറഞ്ഞ ഒരു മാസത്തിന് തന്നെ കഴിക്കണം. അതിപ്പോൾ അങ്ങനെയാണ്. എന്താണെന്ന് പറയാമോ, ഒരു ആൻറ്റിബയോട്ടിക് ഒക്കെ എഴുതി കഴിഞ്ഞാൽ 5 ദിവസം കഴിക്കണം. നമ്മളൊരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിക്കുമ്പോൾ അസുഖം മാറി കഴിഞ്ഞാൽ പിന്നെ ഏരിയയിൽ പോകില്ല, അത് അവിടെ ഇരിക്കും. 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പനി വരും. ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ക്ലിയർ ആക്കണം. 8 ദിവസം കഴിഞ്ഞാൽ ഈ ഗുളിക ഇനി കഴിക്കാൻ പറ്റത്തില്ല. തീരുമാനിക്കാം. അവിടെ ഡോക്ടർ ഉണ്ട്, 30 ദിവസം കഴിക്കാൻ പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ 30 ദിവസം കഴിക്കണം. എന്റെ അമ്മാവ, ഇത് 8 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയും. ഓരോ ഗുളികക്ക് ഓരോ കാലാവധി ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ കഴിച്ചുകൂടാ. ഇത് നോക്കിയേ. അതെങ്ങനെടി അത് അങ്ങനെ വരുന്നത്? ഇത്ര ദിവസം കഴിക്കാനുള്ള ഗുളിക എടുത്തപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടിയത്? അവര് ശ്രദ്ധിച്ചു കാണത്തില്ല. 8 ദിവസം കഴിക്കേണ്ട ഗുളികയാണെങ്കിൽ ഈ ഗുളിക തരണം. ശരി, ഇത് 30 ദിവസം കഴിക്കണമെങ്കിൽ കൊടുക്കാൻ പാടുമോ? അല്ല, അല്ലെങ്കിൽ തന്നെ ഈ ഇത്രയും അടുപ്പിച്ച് വെച്ചേണ്ട കാര്യമില്ല, അവർക്ക് തിരിച്ചു കൊടുത്താൽ എടുക്കുമായിരുന്നല്ലോ. പിന്നെ എന്ത് പറ്റി അങ്ങനെ സംഭവിച്ചു? പക്ഷെ വല്ല പാവങ്ങളൊക്കെയാണ് എന്ത് ചെയ്തേനല്ലേ. അതാണ് ഇപ്പോൾ നമ്മളായതുകൊണ്ട് കുഴപ്പമില്ല. ഈ എഴുത്തുമാനോട് എത്ര പിള്ളേരുണ്ട്, എത്ര ആൾക്കാരുണ്ട്, അവരൊക്കെ ഒന്ന് വന്ന് നോക്കുമോ? അവരൊക്കെ കത്തറിയണ വാച്ചോടങ്ങ് പോകും. ഞാനിപ്പോ നോക്കിയതുകൊണ്ട്. ഇതേ ഇങ്ങോട്ട് ഇത് അങ്ങനെ വിട്ടാൻ പറ്റില്ല. അത് ഈ മരുന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഇതിപ്പോ ഇങ്ങനെ ഒരു നിസാര അസുഖത്തിന്റെ ഗുളികയായതുകൊണ്ട് കുഴപ്പമില്ല. ഇത് വല്ല മാരകമായ അസുഖത്തിന്റെ വല്ല ഡേഞ്ചർ ആയിട്ടുള്ള ഗുളികയാണെന്ന് വെച്ചോ, ഈ ഡേറ്റ് തെറ്റിയിട്ട് കഴിച്ചാൽ ജീവൻ പോയില്ലേ? എന്ത് വിശ്വസിച്ചിട്ടാ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നൊരു ഗുളിക മേടിക്കുക? എന്ത് ചെയ്യാൻ പറ്റും? കേസ് കൊടുക്കണം. പിന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ വീക്ഷിച്ചിട്ട് അതിനെതിരെ കേസ് കൊടുക്കണം. എന്നാലും അവരൊരു പാഠം പഠിക്കും, മേലാൽ ഇങ്ങനെ ചെയ്യാതിരിക്കും. സംഭവം ശരി തന്നെയാണ്. കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുക്കേണ്ട തന്നെയാണ്. പക്ഷേ എന്റെ അമ്മാവ പിന്നെ അതിന്റെ ബാക്കിൽ നിന്ന് കിടന്ന് ഓടണം. ഓടാത്തോണ്ടാണ് ഇമാര് ഓരോ തെണ്ടിത്തരങ്ങൾ കാണിക്കുന്നത്. ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരന്റെ മകൻ ശ്യാമ് ഇതേമാതിരി ഒരു മാസത്തേക്കുള്ള ഗുളിക മേടിച്ചു. നോക്കുമ്പോ ഡേറ്റ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു പോയി കൺസ്യൂമർ ബെഡിലെ കേസ് കൊടുക്കണ പറഞ്ഞു. കൺസ്യൂമർ കോർട്ടിൽ അത് തന്നെ, കോർട്ടിലെ കേസ് കൊടുക്കണ പറഞ്ഞു. ഇതിന്റെ പിന്നാലെ തൂങ്ങി തിരിയാനെന്ന് വയ്യ മാമാന്ന് പറഞ്ഞിട്ട് അവനാ ഗുളിക കളഞ്ഞിട്ട് വേറെ മേടിച്ചു. അത് അവർക്ക് അഹങ്കാരമില്ലേ? അത് എന്താണെന്ന് അറിയാമോ, അതിന്റെ ബാക്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നൂലാമാലകൾ ഒരുപാടുണ്ട്. പിന്നെ നമ്മളെ ഒരുപാട് വിലപ്പെട്ട നമ്മളെ സമയം ഞാൻ അന്ന് അവനോടും പറഞ്ഞതാ പോയി കേസ് കൊടുക്കാൻ, അവൻ കേട്ടില്ല. പക്ഷെ ഇത് എന്റെ മോനാണ് സംഭവിച്ചേക്കുന്നത്. ഇത് കേസ് കൊടുത്തേ പറ്റൂ.